നമ്മൾ ഇന്ന് തൊട്ടിട്ട് കാണാൻ പോകുന്നത് ഒരു അടിപൊളി സ്കൂൾ ഡ്രാമയാണ്. ഇതൊരു സ്കൂൾ ഡ്രാമയാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളിയേ വേണ്ട. ഇതിൽ റിവെഞ്ച് ഉണ്ട്, ഡ്രാമ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, യൂത്ത് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിവെഞ്ച് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം നമുക്ക് അത്രക്ക് പ്രിയപ്പെട്ട ഒരാൾ അയാൾ നമ്മളെ വിട്ടിട്ട് പോകുന്നു. അയാളെ വിട്ടിട്ട് പോയിട്ട് അയാൾ എവിടെയോ ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അറിയുന്നതല്ല, നമ്മളൊരു എസംഷനോ എന്തോ ആയിക്കോട്ടെ. അപ്പം നമ്മൾ അയാളെ കണ്ടുപിടിക്കേണ്ടിട്ട് ഏതറ്റം വരെയും പോകൂലേ, അതുപോലത്തെ ഒരു ക്യൂട്ട് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ ചാനൽ ഒന്നും കൂടി ഒന്ന് ഗ്രോത്ത് ആവുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ നായിക പറയുന്ന ഒരു സ്റ്റോറി ആയിരിക്കെ. അതായത് 1999 നമ്മളെ കേരളത്തിലല്ല, നമ്മുടെ ഭൂമിയിലാണെങ്കിൽ ഒരു ഏലിയൻ അറ്റാക്ക് നടന്നിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു ഏലിയൻ അറ്റാക്കിൽ ഒരുപാട് പേരെ ഏലിയൻസ് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കുറച്ചു പേരെ ഭൂമിയിൽ തന്നെ ഇട്ടിട്ടുണ്ടാവേ. ഈ ഒരു 1999 നടന്ന ഈ ഒരു അറ്റാക്കിനെ കൊണ്ട് ആർക്കും ഓർമ്മയുണ്ടാവില്ല. കാരണം ഈ ഒരു ഏലിയൻസ് ആണെങ്കിൽ ഇവരെ എല്ലാവരും മെമ്മറീസും ആണെങ്കിൽ ഇറേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ പെണ്ണിന് ആ ഒരു കാര്യം ഓർമ്മയുണ്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏലിയൻസ് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിന്. ആ ഒരു കൊണ്ടുപോയ കൂട്ടത്തിൽ നമ്മളെ പെണ്ണിന്റെ സിസ്റ്ററും ഉണ്ടാവേ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഈ ഒരു ഏലിയൻസ് എവിടെയാ താമസിക്കുന്നതെന്ന് അറിയണം. അതൊക്കെ ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ടാവുക. ഇപ്പം 2007 ആയിരിക്കെ ഇവക്കാണെങ്കിൽ ആ ഒരു ഏലിയൻസിന്റെ ഗ്രഹം അറിയാണ്ടിക്കൽ ഒരു ടെലിസ്കോപ്പ് വേണം. അങ്ങനെ ഒരു ടെലിസ്കോപ്പ് സ്കൂൾ നമ്പർ 8 ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ പെണ്ണിന് നല്ലോണം അറിയായിരിക്കെ. ഇനി അവളെ ലക്ഷ്യം തന്നെ ആ ഒരു സ്കൂളിലേക്ക് പോകേണ്ടതായിരിക്കും. ഇതൊക്കെ ആലോചിച്ചിട്ട് കട്ടക്കലിപ്പിൽ ഇരിക്കുന്ന ടൈമായിരിക്കും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവുക. തക്കുടുവാവേ, നീ എന്നാ ചെയ്യുന്നേ, പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട്. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ 2 ഫ്രണ്ട്സ് ആയിരിക്കെ. അവരാണെങ്കിൽ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ രാത്രി കരോക്കാനായിട്ട് നടക്കുന്നുണ്ടാവും. അവിടത്തേക്ക് വരുമോന്ന് ചോദിക്കാനായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. അവരാണെങ്കിൽ ഇവളെ നിർബന്ധിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവള് ഓക്കെ പറയുന്നുണ്ടോ. അവളാണെങ്കിൽ, അതായത് നമ്മളെ നായകന്റെ പേര് ഹാൻ ലൂ എന്നാണ്. ഹാൻ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവേ, ഈ കുരിപ്പുകൾ എന്തിനായിരിക്കും ഇപ്പം വന്നിട്ടുണ്ടാവുക, എല്ലാം ഇവരെന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ലേ. പക്ഷെ എനിക്ക് ഇതുവരെ ഇവരെന്നെ ഫ്രണ്ട്സ് ആണെന്ന് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്നു പറയൂ. സംഭവം എന്നാ ഇവക്കാണെങ്കിൽ ഇവളെ സിസ്റ്ററെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ ഒരു ഒറ്റ തിങ്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഇവൾ ആരുമായിട്ടും കമ്പനി ആവുന്നുണ്ടാവില്ല, നൈറ്റ് ആവുന്നുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ നായകനായിട്ടുള്ള ക്യുന്നുവിനെ നമ്മൾ കാണുന്നുണ്ടാവുക. അവനാണെങ്കിൽ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് കുറച്ച് റിങ് വാങ്ങിയിട്ട് അത് ഏതെങ്കിലും മേലെ പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേലെ വീണിട്ടുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് കിട്ടുന്ന ആ ഒരു ഗെയിമില്ലേ, ആ ഒരു ഗെയിമിലാണെങ്കിൽ പങ്കെടുക്കുന്നതായിരിക്കും. അവനാണെങ്കിൽ ഒരു ഗ്ലൗസ് വേണമായിരിക്കും. പക്ഷെ അവൻ അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിന്റെ മേലെയും കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ടാവും. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യുവാൻ പറയുന്നുണ്ട്, എടാ നീ എന്നാ ഈ കളിക്കുന്നത്, നിനക്ക് ഇത്രക്കാരം സാധനം പോരെ, ആ ഒരു ഗ്ലൗസിൽ എന്നാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, നീ ഒന്നും മിണ്ടണ്ട് നോക്കുക, എനിക്ക് ആ ഒരു ഗ്ലൗസ് തന്നെ വേണമെന്ന് പറയേ. ഇതേ ടൈം ഒരു തിങ്കും ഇല്ലാണ്ട് എന്തൊക്കെയോ ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അതിലൂടെ നടന്നു വരുന്നുണ്ടാവുക. അവളെ കൂടെ അവളെ 2 ഫ്രണ്ട്സ് ഉണ്ടാവേ. എന്നാലും അവരെ ഒന്നും മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ എന്തോ ഒന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ കുഞ്ഞിയില്ലേ, അവനാണെങ്കിൽ ആ ഒരു റിങ് പിന്നെയും ചാടാൻ നോക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ ചാടാൻ നിൽക്കുന്ന അതേ ടൈം ആരോ ഒരാൾ അവന്റെ കൈ തട്ടിയിട്ട് അത് നേരെ നമ്മളെ പെണ്ണിന്റെ തലയിലേക്ക് പോവുകയെ. അവനാണെങ്കിൽ അവളെ തലയിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് അവളോട് സോറി ചോദിക്കാൻ നിൽക്കുന്ന ടൈം അവളാണെങ്കിൽ അവന്റെ കൈ പിടിച്ചിട്ട് അമർത്തുന്നുണ്ടാവും. സംഭവം എന്നാ ഇവളെ അനുവാദം ഇല്ലാണ്ടാണല്ലോ അവനാണെങ്കിൽ അവളെ ടച്ച് ചെയ്തത്. അതിനൊരു ദേഷ്യം തീർത്തതായിരിക്കെ. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം, നിനക്ക് എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ പെണ്ണിന്റെ കണ്ണില് ഇവൻ ഇത്ര നേരം എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് നിന്ന് ആ ഒരു ഗ്ലൗസ് ഇല്ലേ, ആ ഒരു ഗ്ലൗസ് കാണുന്നുണ്ടാവുക. ഇത് കണ്ടപാടി ഇവളാണെങ്കിൽ പറയും, ഞാൻ നിന്നോട് ക്ഷമിക്കാം, അതിന് പകരമായിട്ട് ഈ ഒരു റിങ് നീ എനിക്ക് തരണം എന്ന് പറയുന്നേ ഉണ്ടാവുള്ളേ. എന്നിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഇടുന്ന ടൈം അവക്ക് ആ ഒരു ഗ്ലൗസ് കിട്ടുകയെ. അവക്ക് മാത്രമായിരിക്കും നേരം ട്രൈ ചെയ്തുകൊണ്ട് നിന്ന് നമ്മളെ ചെക്കനും ഇവളിട്ട് അതേ ടൈം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ അവളാണെങ്കിൽ ഇവനെ മൈൻഡ് ആക്കാണ്ട് ആ ഒരു ഗ്ലൗസ് എടുത്തിട്ട് പോകുന്നുണ്ടാവും. അവളെ പിന്നാലെ തന്നെ അവൻ പോയിട്ട് എനിക്ക് ആ ഒരു ഗ്ലൗസ് തരുക, പ്ലീസ് 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 എന്ന് കെഞ്ചിക്കോട് നിൽക്കുന്നുണ്ടാവേ. പക്ഷെ അവളെ സമ്മതിക്കുന്നേ ഉണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും ആ ഒരു ഷോപ്പിന്റെ ഓണർ ആണെങ്കിൽ പിന്നെയും ഒരു ഗ്ലൗസും കൂടി അവിടെ വെക്കുന്നുണ്ടാവുക. ഇത് കാണുന്ന അവനാണെങ്കിൽ പറയും, എന്നാ പിന്നെ ശരി, നീ ആണെങ്കിൽ നിന്റെ കൈമിലത്തെ ഗ്ലൗസ് നിന്റെ കൈമിൽ തന്നെ വെച്ചോ, അവിടെ കാണുന്ന ആ ഒരു ഗ്ലൗസിൽ അതെനിക്ക് എടുത്തു തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ കൂളായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ടാവേ. എടുത്തു കൊടുക്കുന്ന സന്തോഷത്തിൽ തന്നെ നമ്മളെ ചെക്കൻ അകത്തൊക്കെ കേട്ടിട്ടായിരിക്കും ഒരു ഗ്ലൗസ് എടുത്തിട്ട് പോകുന്നുണ്ടാവുക. ഇതേ ടൈം ഫയർ വർക്കും നടക്കുന്നുണ്ടാവും.
നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഇടക്കായിരിക്കും നമ്മളെ പെണ്ണ് അവിടുന്ന് പോകുന്നുണ്ടാവേ. പെണ്ണിന്റെ വയ്യെ തന്നെ ചെക്കനും പോകാൻ നിൽക്കുന്ന ടൈം ഈ ഒരു കട ഓണറും അയാളെ കുറച്ച് ഗ്യാങ് ഉണ്ടാവും. അവരാണെങ്കിൽ ഇവരെ മുന്നിൽ വന്നിട്ട് നിൽക്കുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും, ഇയാൾക്കാണെങ്കിൽ ഇവനെ കൊണ്ട് ഇപ്പൊ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇവനാണെങ്കിൽ ഓരോന്നിന്റെ മേലെ വള ഇടുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് എല്ലാ ഗിഫ്റ്റും ഇവനിങ്ങനെ കൊടുത്തോണ്ട് നിൽക്കണ്ടേ. ആ ഒരു ടെൻഷനും ദേഷ്യത്തിലും നമ്മളെ ഓണർ ആണെങ്കിൽ പറയൂ, ലാസ്റ്റ് നീ ഇങ്ങനെ ഗ്ലൗസിനിട്ട് ആ ഒരു റിങ്ങിന് നീ പൈസ തന്നിട്ടില്ല എന്നൊന്ന് പറയേ. നമ്മളെ ചെക്കൻ പൈസ കൊടുക്കാൻ നിൽക്കുന്നേരം അയാളാണെങ്കിൽ പറയും, എനിക്ക് ഈ ഒരു പൈസയൊന്നും വേണ്ട, ആ ഒരു ഗ്ലൗസിന്റെ പൈസ ആയിട്ടില്ല 300 യുവാൻ മതി എന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ കൊടുക്കോന്നല്ല, അവന്റെ കയ്യിൽ പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ പെണ്ണ് ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്ന ടൈം അവളെ ആണെങ്കിൽ ഈ ഒരാളെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ തടയുന്നുണ്ടാവേ. അവളെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാനേ പറ്റൂല. അവളാണെങ്കിൽ തിരിച്ച് നല്ലോണം അടിക്കുന്നുണ്ടാവും. നമ്മളെ ചെക്കനും ആ ഒരു കട ഓണറും എല്ലാവരും ഷോക്ക് ആവുന്നുണ്ടാവേ. ഇയാളാണെങ്കിൽ എന്തോ തോക്ക് പോലത്തെ സംഭവം എടുത്തിട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ നിൽക്കുന്ന അതേ ടൈം ചെക്കനാണെങ്കിൽ അവളെ കൈയും പിടിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ടാവും. എങ്ങനെയല്ലോ രണ്ടും കൂടിയിട്ട് രക്ഷപ്പെടുന്നുണ്ടാവും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവന്റെ കൂടെ രക്ഷപ്പെടണമെന്നൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ പിടിച്ചു വലിച്ചോണ്ട് അവന്റെ പയ്യെ തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അവൻ പിടിച്ചു വലിച്ചത് കൊണ്ട് തന്നെ രണ്ടും എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവന്റെ സിസ്റ്ററെ വിളിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ഇത്ര നേരം ആ ഒരു ഗ്ലൗസിന് വേണ്ടിയിട്ട് അടിയായത് തന്നെ അവന്റെ സിസ്റ്റർക്ക് ഇതുപോലത്തെ ഒരു ഗ്ലൗസ് കൊടുക്കേണ്ടിട്ടായിരിക്കും. സംഭവം എന്നായിരിക്കും, ചെറുപ്പത്തിൽ ഇവന്റെ സിസ്റ്റർ ആണെങ്കിൽ ഇവനൊരു ഗ്ലൗസ് കൊടുത്തിട്ടുണ്ടാവേ. അതേപോലെ കാണുന്ന ഗ്ലൗസ് ആയിരിക്കും ഈ ഒരു ഗ്ലൗസും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതുപോലത്തെ ഒരു പുതിയ ഗ്ലൗസ് തിരിച്ചു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യങ്ങളൊക്കെ അവനാണെങ്കിൽ അവന്റെ സിസ്റ്ററെ വിളിച്ച് പറയുമ്പോൾ അവക്കും ഒരുപാട് സന്തോഷമാകുകയെ. അങ്ങനെ കോളൊക്കെ കട്ടാക്കിയിട്ട് ആ ഒരു ഗ്ലൗസും പണ്ടത്തെ ഗ്ലൗസും എടുത്ത് നോക്കുന്ന ടൈം ആയിരിക്കും പറ്റി അമ്മളി മനസ്സിലാവുന്നുണ്ടാവുക. അവന്റെ കൈമിൽ പണ്ടുണ്ടായ ആ ഒരു ഗ്ലൗസില് അതാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇപ്പൊ അവന്റെ കൈമിലത്തെ ഗ്ലൗസും റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാ, രണ്ട് കൈയിലും കിട്ടിയാലും മാത്രമല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവനാണെങ്കിൽ അതും ആലോചിച്ച് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മള് പെണ്ണും ഇത് തന്നെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ റൈറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അവക്കാണെങ്കിൽ രണ്ട് ഗ്ലൗസും ലെഫ്റ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇത് ഇവർക്ക് കിട്ടിയ പണിയാണോ അല്ലാണ്ട് അറിയാണ്ടായി പോയതാണോ എന്ന് അറിയില്ലേ. അവളാണെങ്കിൽ ഇനി എന്നാ ചെയ്യുമെന്ന് ആലോചിച്ചതിന് ശേഷം അവൾ ഇതുപോലെ ബെഡിൽ കിടക്കാൻ നിൽക്കുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ അവളെ സിസ്റ്ററെ ഫോട്ടോ എടുത്തിട്ട് നോക്കുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ അവളെ സിസ്റ്റർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവേ. അവളാണെങ്കിൽ അവളെ സിസ്റ്ററോട് പറയൂ, എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നതാണ്, ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സങ്കടങ്ങളൊക്കെ അവളെ സിസ്റ്ററോട് പറയുന്ന രീതിയിൽ അവളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സിസ്റ്ററെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായിരിക്കും ഇവരാദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേരെ പോലെ ആയിരിക്കില്ല. അവളാണെങ്കിൽ ആരോടും മിണ്ടാണ്ട് അവളെ മാത്രം കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. ഇവരെല്ലാവരും ഇതുപോലെ ആയിരിക്കും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലൂ ആണെങ്കിൽ ഇന്നലെ അവള് ഫെസ്റ്റിവലിന് പോയിട്ടില്ലേ, അവിടെ നിന്നാണെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടാവേ. അത് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളെ ലൂഹാന് മാത്രം വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും, ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒന്ന്. ഇതേ ടൈം ആയിരിക്കും ഇവരെ ക്ലാസ്സിലത്തെ ലീഡർ ആയിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ നമ്മൾ ലൂനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടാവുക, ആ ഒരു ഹാൻ ആണെങ്കിൽ ഭയങ്കര വേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, എന്നിട്ട് നീ എന്തിനാ അവളെ ഫ്രണ്ട് ആയിട്ട് തിരഞ്ഞെടുത്തത്, നിനക്ക് അവളിങ്ങനെ വേർഡാണെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നേരം നമ്മളെ ലൂ ആണെങ്കിൽ പറയും, നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ എന്തിനാ അവളെ കാര്യങ്ങൾ നോക്കുന്നത്, പിന്നെ ഹാൻ ഒരിക്കലും വേർഡല്ല, അവളാണെങ്കിൽ അവളെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുന്ന, അതിൽ കൂടുതൽ ഒന്നുമില്ല, നീ ആണെങ്കിൽ നിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹാനെ അത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവേ. ഹാൻ ആയിരിക്കും ഇവരെ ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്, പക്ഷേ ഇവരാണെങ്കിൽ നമ്മളെ ഹാനെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ സെക്കൻഡ് ടീം മൊത്തമാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റിൽ വരുന്നുണ്ടാവേ. സംഭവം എന്നായിരിക്കും, ഇവരെ വരുന്നതിനെയും കാട്ടി മുന്നേ ഒരു ഗേറ്റ് അടക്കാൻ പോകുന്നുണ്ടാവും, അതിനെയും കാട്ടി മുന്നേ അകത്ത് കയറണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും കുരുട്ടുങ്ങൾ മൊത്തം വരുന്നുണ്ടാവും. പക്ഷേ അവരവിടെ എത്തലും അതേ സ്പോട്ടിൽ അകത്തേക്ക് ഗേറ്റ് അടക്കുന്നുണ്ടാവേ. ഇവർക്ക് ഒരു വഴിയുമില്ല, സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ കാര്യം കഥം ഹോകയാണ്, ഉറപ്പായിട്ട് നല്ല രീതിയിൽ ചീത്ത കിട്ടുക. നമ്മളെ ചെക്കനാണെങ്കിൽ എന്തോ ഒരു ഐഡിയ കാണുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ പിള്ളേരെ നോക്കുന്നതാണെങ്കിൽ അവരെല്ലാം അവരുടെ ക്ലാസ്സിലേക്ക് വരാൻ നിൽക്കുന്ന ടൈം അവരെ സാറായിട്ടുള്ള ഫെങ് ആണെങ്കിൽ പറയൂ, നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മളെ ബിൽഡിങ്ങിലത്തെ വർക്ക് ആണെങ്കിൽ
കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം നിങ്ങളാണെങ്കിൽ ആ ഒരു സീനിയേഴ്സ് ഇരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൽ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട് ആയിട്ടില്ല അവനെ നമുക്ക് നീഡിൽ എന്ന് വിളിക്കാം. നീഡിലിനാണെങ്കിൽ ഭയങ്കര പേടിയാകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം പോകാൻ പോകുന്ന ആ ഒരു ബിൽഡിങ്ങില്ലേ, ആ ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ സാൻപായ് എന്ന് പറഞ്ഞ ഒരു സീനിയർ ഉണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഭയങ്കര ടെറർ ആയിരിക്കും. അവനെ പേടിച്ചിട്ടായിരിക്കും നീഡിലിന് ഇത്ര കാര്യം ടെൻഷൻ. അവനാണെങ്കിൽ ആ ഒരു കാര്യം ലൂനോട് പറയുമ്പോൾ ലൂ ആണെങ്കിൽ പറയും, എടാ മണ്ട, നീ ഒരു ചെക്കനല്ലേ, അവനെ പോലത്തെ ഒരുത്തിനൊക്കെ നീ എങ്ങനെ പേടിക്കാൻ പോകുന്നത്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ ഇവരാണെങ്കിൽ വിചാരിച്ചതുപോലെ ആ ഒരു സാൻപായും പിള്ളറും ആണെങ്കിൽ ഇവരെ തടഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മളെ ലൂ ആണെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തതിന്റെ പേരിൽ നീഡിലാണെങ്കിൽ സാൻപായിന്റെ അടുത്ത് പോയിട്ട് കെഞ്ചി സംസാരിക്കുന്നുണ്ടാവേ. സാൻപായി ആണെങ്കിൽ കുറച്ച് അധികം ടെറർ ആയിരിക്കെ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നീഡിലിനോട് സംസാരിക്കുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണിനെ ആരെയും പേടിയില്ല കൂസലുമില്ല എന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാലോ. അവനാണെങ്കിൽ മുന്നോട്ടേക്ക് വന്നിട്ട് അവനോടാണെങ്കിൽ ഇവിടുന്ന് മാറിപ്പോന്നെന്ന് പറയുന്നുണ്ടാവും. സാൻപായിന്റെ ഗാങ്ങിലത്തെ പിള്ളേരാണെങ്കിൽ കുറച്ച് ബഹുമാനത്തോട് സംസാരിക്കടി എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പേടിച്ച് പിന്മാറിയതുപോലെ ബാക്കോട്ടേക്ക് പോയിട്ട് ഇതുപോലെ ചോക്ക് എടുത്തിട്ട് അവന്റെ തലക്കൊര ഏറുന്നുണ്ടാവേ. ഈ ഒരു ഏറ് തന്നെ അവനും ബാക്കിയുള്ള പിള്ളേരും എല്ലാവരും പേടിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ക്യുന്നൂനാണെങ്കിൽ എങ്ങനെയെങ്കിലും അകത്ത് കയറിയല്ലേ പറ്റുള്ളൂ. അവനാണെങ്കിൽ ഇതുപോലെ മതിലൊക്കെ ചാടുന്നുണ്ടാവേ. എന്നിട്ട് എങ്ങനെയല്ലോ രക്ഷപ്പെട്ടിട്ട് അകത്തേക്ക് വരുന്നുണ്ടാവും. ഇതേ ടൈം ഇവര് മൂന്നാളെ മതിൽ ചാടുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള പിള്ളേരെ ആണെങ്കിൽ സെക്യൂരിറ്റി മാമൻ പിടിച്ചിട്ട് പൊരിക്കാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും പിള്ളേർ മതിൽ ചാടിയ കാര്യം സെക്യൂരിറ്റി മാമൻ അറിയുന്നുണ്ടാവുക. സെക്യൂരിറ്റി മാമൻ ആണെങ്കിൽ പിള്ളേരെ വയ്യ തന്നെ ഓടുന്ന അതേ ടൈം ബാക്കി അവിടെ പിടിച്ചു വെച്ച പിള്ളേരിലെ അവരും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടാവും. നമ്മളെ ചെക്കൻ്റെ പ്ലാന് ഇതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ഫെങ് സാറാണെങ്കിൽ ക്ലാസ്സിൽ വരുന്നുണ്ടാവുക. സാറാണെങ്കിൽ പറയും, സീനിയേഴ്സ് നിങ്ങളോട് ചെയ്തതു, നിങ്ങൾ അവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ദേഷ്യത്തോടെ നോക്കുന്നുണ്ടാവേ. എന്നിട്ട് സാറാണെങ്കിൽ പറയും, അത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എപ്പം പിള്ളേർ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിള്ളേർ ഇങ്ങനെയല്ലേ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിലത്തെ പിള്ളേരില്ലേ അവരെന്താ പറയാ അനുകൂലിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആകും. സാറാണെങ്കിൽ ഇവള് ചോക്ക് എറിഞ്ഞ ടൈം ആ ഒരു ക്ലാസ് പൊട്ടിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിനെ കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, സാർ അതിനെ കൊണ്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ള പൈസ ഞാൻ തന്നോളൂ എന്ന് പറയേ. നമ്മളെ സാറാണെങ്കിൽ പറയും, നീ അതിനെ കൊണ്ട് ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും പിന്നെയും സന്തോഷമാവുകയെ. എന്നിട്ട് സാറാണെങ്കിൽ പറയും, നമ്മളെ സ്കൂളിലാണെങ്കിൽ ഒരുപാട് ക്ലബ്ബ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ക്ലബ്ബിലാണോ ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ചേർന്നോന്ന് പറയൂ. നമ്മളെ പെണ്ണ് ഉറപ്പായിട്ട് ആസ്ട്രോണമി ക്ലബിൽ മാത്രമല്ലേ ചേരുള്ളൂ. ഇതേ ടൈം ക്യുന്നൂനെ നോക്കുന്നാണെങ്കിൽ അതെന്തല്ലോ ഭീമും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും ഇന്നലെ ഒരു ഷോപ്പ് ഓണർ ഇവരുമായിട്ട് അടി കഴിഞ്ഞിട്ടില്ലേ, അയാളാണെങ്കിൽ വരുന്നുണ്ടാവുക. അയാളാണെങ്കിൽ പറയും, നീ എന്നാ വിചാരിച്ചത് ഞാൻ നിന്നെ കണ്ടുപിടിക്കൂലെന്നാ, ഈ ഒരു അടിയിൽ എന്തായാലും പെമ്പിള്ളർ വേണ്ട, അതുകൊണ്ട് ഇവളോട് ഇവിടുന്ന് പോയിക്കോന്നെന്ന് പറയാന്നെന്ന് പറയേ. ഇവള് പോകുന്നതിൽ നമ്മളെ ക്യുന്നൂനും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പൊ തന്നെ മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണ് അവിടുന്ന് പോകുന്നുണ്ടാവും. അവളെന്നാ സുമ്മാ പോയതാ, സ്കൂളിൽ പോയിട്ട് എല്ലാ പിള്ളേരെയും വിളിക്കുന്നുണ്ടാവേ. നമ്മളെ ക്യുന്നൂനാണെങ്കിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മളെ ക്യുന്നു ട്രബിളിലാണെന്ന് അറിഞ്ഞത് കൊണ്ട് എല്ലാവരും അവിടത്തേക്ക് ഓടി എത്തുന്നുണ്ടാവും. ഈ ഒരു ക്യുന്നുവിന്റെ പേരാണെങ്കിൽ നമ്മളെ ഹാൻഡ്ലൂം കേട്ടിട്ടുണ്ടാവേ. അവക്കറിയാം ആ ഒരു ഗ്ലൗസിന്റെ ബാക്കി ഉറപ്പായിട്ട് ഇവന്റെ അടുത്താ ഉണ്ടാവുമെന്നത്. അവൻ ട്രബിളിലായതുകൊണ്ട് അവള് പോകുന്നതായിരിക്കില്ല, അവളെ ഗ്ലൗസിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. അവളും ആ ഒരു അടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും. നോക്കുന്ന ടൈം ഈ ഒരു ഷോപ്പ് ഓണർ ആണെങ്കിൽ നമ്മളെ ചെക്കനോട് വളക്കുന്നുണ്ടാവേ. അതേ ടൈമിൽ നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ ഒരു യുവാൻ എന്താടാ പോയിട്ട് വരാത്തേന്ന്. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, മിണ്ടാണ്ടിരിക്കട്ടെ അവള് വരൂന്നെന്ന് പറയുന്നത്. അതേ ടൈം ആയിരിക്കും നമ്മളെ യുവാൻ ആണെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ പിള്ളേരെ മൊത്തം കാണുന്ന ടൈം ബോസ് ആണെങ്കിൽ പേടിക്കുന്നുണ്ടാവേ. എന്നിട്ട് ബോസ് ആണെങ്കിൽ പറയും, ഇന്നല്ല വേറൊരു ദിവസം ഞാൻ നിന്നെ എടുത്തോളടന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ ഗ്ലൗസിന് ചോദിക്കുന്നുണ്ടാവേ. അയാളാണെങ്കിൽ പതുങ്ങി കളിക്കുമ്പോൾ ചെക്കനാണെങ്കിൽ അവന്റെ പിള്ളേരെ കാണിച്ചിട്ട് പേടിപ്പിക്കുന്നുണ്ടാവും. അയാളാണെങ്കിൽ പറയൂ, നീ ആണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോയി, അത് മൊത്തം നമുക്ക് നഷ്ടമാണ്, അതുകൊണ്ട് ആ ഒരു ഗ്ലൗസ് ഞാൻ മാറ്റി വെച്ചതാണ്, ഇപ്പൊ അത് എവിടെയുള്ളതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തപ്പിക്കുന്നുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും വേറൊരാൾ വന്നിട്ട് അയാളെ ഷോൾഡറിൽ തൊടുന്നുണ്ടാവുക. വേറെ ആരുമല്ല നമ്മളെ പെണ്ണായിരിക്കും. കാരണം അവളെ ബ്ലൗസ് അല്ല, അവളെ ഗ്ലൗസ് ആണെങ്കിൽ നഷ്ടപ്പെട്ടിട്ടാണല്ലോ ഉള്ളത്. ആ ഒരു കാര്യം ചോദിക്കേണ്ടിട്ടായിരിക്കും അയാൾ വന്നിട്ടുണ്ടാവുക, അവള് വന്നിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ
എന്തെല്ലോ പറയുന്നുണ്ട്. അവള് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ടൈം ആ ഒരു ഷോപ്പ് ഓണർ ആണെങ്കിൽ പറയും, ഓ നീ ഉണ്ടായിരുന്ന ഇവിടെ, ഞാൻ നിന്നെ കാണാൻ കാത്തു നിൽക്കുന്നതിനോടി എന്ന് പറയുന്ന അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അയാൾ അടിച്ച് പാമ്പാക്കുന്നുണ്ടാവും. ഞാൻ പറയണ്ടല്ലോ, സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ നമ്മളെ പെണ്ണ് കില്ലാടിയാണ്. അവൾ ഈ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കി എടുത്തത് തന്നെ അവളെ സിസ്റ്ററെ രക്ഷിക്കണ്ടിട്ടായിരിക്കും. അത് അവളെ രക്ഷക്കും കൂടി സഹായിച്ചിട്ടുണ്ടാവും. ഇയാളെ ആണെങ്കിൽ അടിച്ച് പാമ്പാക്കുന്ന ടൈം ഇയാളാണെങ്കിൽ പറയും, അന്ന് അവനൊരു പണി കൊടുക്കേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആ ഒരു ഗ്ലൗസിന്റെ ബാക്കിയാണെങ്കിൽ ക്യുന്നുവിന്റെ കയ്യിലുള്ളേ നിന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നീ കള്ളാറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു അടി നീ ഓർമ്മിക്കണോ എന്ന് പറയുന്നത്. അയാളാണെങ്കിൽ പറയും, ഇനി എനിക്ക് അടി കൊള്ളാൻ കയ്യല്ല, സത്യമായിട്ട് അവന്റെ കൈമില ഉള്ളേ നിന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മളെ പെണ്ണ് അവിടുന്ന് പോകുന്നുണ്ടാവുക. അവളാണെങ്കിൽ ആ ഒരു ഗ്ലൗവിനെ കൊണ്ട് ആലോചിച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അവന്റെ സ്ഥിതിയും വേറൊന്നും ആയിരിക്കൂല. അവനും ആ ഒരു ഗ്ലൗവിനെ കൊണ്ട് ആലോചിക്കുന്ന ടൈം ഈ ഒരു ഗ്ലൗവിന്റെ ബാക്കി നമ്മളെ പെണ്ണിന്റെ അടുത്തുള്ള എന്നുള്ള കാര്യം അവന് മനസ്സിലാകുന്നുണ്ടാവേ. അവക്കും ആ ഒരു കാര്യം കൺഫേം ആകുന്നുണ്ടാവും. അവക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. രണ്ടാളും ഇതുപോലെ തരിച്ചു നിൽക്കുന്നുണ്ടാവേ. ഇതിന്റെ അടുത്ത എപ്പിസോഡും കൂടിയിട്ട് ഇന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് ഒറ്റെന്നെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിടുന്നത്. നമുക്ക് അധികം ഒന്നും ലേഗ് ആക്കാണ്ട് അടുത്ത ഓരോ എപ്പിസോഡും ഇട്ട് തീർക്കാട്ടോ. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.